അതെ, എല്ലാ ദിവസവും ഒരേ സ്റ്റൈലല്ലേ കറി കഴിക്കാറ്. ഒന്നെങ്കിൽ കേരള അല്ലെങ്കിൽ ചൈനീസ്. എന്നൊരു ചേഞ്ച് ആക്കിയാലോ? നമുക്ക് ചിക്കൻ സോസേജ് ഫ്യൂഷൻ സ്റ്റൈലിൽ വെച്ച് നോക്കാം. ഞാൻ ഒരു പാക്കറ്റ് സോസേജ് എടുത്തിട്ടുണ്ട്. അതിൽ 10 പീസുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് തന്നെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിൽ 4 ഓണിയൻസ് എടുത്തിട്ടുണ്ട്. ഓണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ ഇട്ട് വഴറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യാം. സോസേജ് ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരല്പം ക്രീമി ടെക്സ്ചറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് തിളപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പം കറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലെന്നോ മറ്റോ വിളിക്കാം. എന്തായാലും സംഭവം എല്ലാം കൊള്ളാം. പിന്നെ തണുപ്പിക്കാനൊന്നും നിൽക്കേണ്ട. ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.